അലയൊലികൾ അടങ്ങിയിട്ടില്ല. കാസർകോട്ട് നിന്നുള്ള ആ അലയൊലികൾ അടങ്ങിയിട്ടില്ല. ക്രമസമാധാന നില നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും ഭദ്രമായ ഒരു നാടാണ് നമ്മുടെ നാട്. അങ്ങനെ കേരളം ക്രമസമാധാന നിലയാകെ തകർന്നൊരു നാടാണ് എന്ന് പറയാൻ പറ്റുന്നില്ല. പൊതുവെ സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തിയാലും മികച്ച ക്രമസമാധാന നിലയാണ് കേരളത്തിൽ ഉള്ളത്. നിങ്ങൾ ചോദിക്കുന്നതിനിടയാക്കിയത് കാസർഗോഡ് ഈ അടുത്ത ദിവസം നടന്ന കൊലപാതകമായിരിക്കും. അത് അത്യന്തം നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. അത്തരത്തിൽ ഒരു കൊലപാതകത്തെ നാട് അംഗീകരിക്കുന്നില്ല, നാട്ടിൽ ആരും അതിനെ അംഗീകരിക്കുന്നില്ല. എല്ലാവരും തള്ളിപ്പറഞ്ഞിട്ടുള്ള ഒരു കൊലപാതകമാണ് അത്. ഓടുന്ന പട്ടിക്കൊരു മുഴം മുമ്പേ എറിയണം എന്നാണല്ലോ. അതറിയുന്നതുകൊണ്ട് നാടാകെ തള്ളിപ്പറയുന്നതിന് മുൻപേ പാർട്ടി തന്നെ അങ്ങ് തള്ളിപ്പറഞ്ഞതാണോ എന്ന് സംശയിക്കുന്നവരുമുണ്ട്. ഇതിൽ കൊലപാതകം എന്നത് ഇന്നലെ ഉണ്ടായ കാര്യം, കാസർഗോഡെ കൊലപാതകത്തിൻ്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കൊലപാതകത്തിൽ പാർട്ടിയുടെ നിലപാട് കൃത്യമായി പാർട്ടി സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരമൊരു കൊലപാതകം പ്ലാൻ ചെയ്യേണ്ട യാതൊരു ആവശ്യവും CPIM-നില്ല. അത് അദ്ദേഹം അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം നാടാകെ ഇപ്പോഴത്തെ 2 ജാഥകളിൽ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. LDF-ൻ്റെ ജാഥകൾ നടക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ ജാഥ നടക്കുന്ന സമയമാണ്. ആ ദിവസം തന്നെ ഇത്തരമൊരു കാര്യം ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയത്തിൻ്റെ ആദ്യാക്ഷരമുള്ള ഒരു കൂട്ടർ സന്നദ്ധമാകും ഇത്തരമൊരു കാര്യം നടത്താൻ. അതും ന്യായമാണ്. പിന്നെ രാഷ്ട്രീയത്തിൻ്റെ ആദ്യാക്ഷരം പോലും അറിയാത്തൊരു കൂട്ടർ ആ പാർട്ടിയിൽ ഉണ്ടാവാനും ഇടയില്ല. അപ്പോൾ അതുമായി പാർട്ടിയുടെ നിലപാട് അദ്ദേഹം കൃത്യമായി പറഞ്ഞു. പാർട്ടിക്ക് അതിൽ യാതൊരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്നത് ഇത് പൂർണ്ണമായും തെറ്റായ നടപടിയാണ്, അപലപനീയമായ നടപടിയാണ്. ആ കുറ്റവാളികൾക്കെതിരെ കർക്കശ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്നത്. അത് ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉടനെ തന്നെ പ്രതികളെ പിടികൂടാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും തയ്യാറാകണമെന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും കോൺഗ്രസ്സുകാർ ഓരോ കുറ്റം കണ്ടുപിടിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ആ വീട് സന്ദർശിക്കാൻ പോയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആരും ഉന്നയിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങളുണ്ടാക്കുന്നൊരു പുതിയ പ്രശ്നമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു അജണ്ട ഉണ്ടെങ്കിൽ അതങ്ങനെ തന്നെ പറയുന്നതാണ് നല്ലത്. മറ്റാരും അത് ഉന്നയിച്ചിട്ടില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉന്നയിച്ചതായി കേട്ടിരുന്നു. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അവരാരും ഉന്നയിച്ചതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാന വക്താവ് പറഞ്ഞത് ഇതിൻ്റെ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിയായിട്ട് തന്നെ എന്നെ ചിത്രീകരിക്കുന്ന നിലയായിരുന്നു. അതാണ് ഞാൻ കേട്ടത്. പിണറായിയും കോടിയേരിയുമാണ് അക്രമ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാർ എന്ന് മുല്ലപ്പള്ളി പറഞ്ഞു. CPM ഇങ്ങനെ നിരന്തരം ഓരോ കേസുകളിൽ പോയി പെടുന്നത് കൊണ്ടല്ലേ അതൊക്കെ പറയുന്നത്? CPM ഒരു കാലത്തും അക്രമത്തിൻ്റെ ഭാഗമായി നിന്നിട്ടില്ല. CPIM-ന് നാട്ടിൽ സാധാരണഗതിയിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം എന്ന് ചില ഘട്ടങ്ങളിൽ വലിയ തോതിൽ ആവശ്യപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അതിലൊന്നും പഴയ കഥയാണ്. ആ കഥയെല്ലാം ഇപ്പം ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. അത്തരം ഘട്ടങ്ങളിൽ വലിയ തോതിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് CPIM മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. ഞങ്ങൾ CPIM എന്ന നിലക്ക് എപ്പോഴും
ആശ്രയിക്കുന്നത് ജനങ്ങളെയാണ്. ജനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന, ജനങ്ങളെതിരാകുന്ന ഒരു നടപടിയെയും CPIM അംഗീകരിക്കില്ല. അതാണ് CPIMൻ്റെ പൊതുവായ നിലപാട്. കാസർഗോഡ് ജില്ലയിൽ ജാഥ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്യുമോ എന്ന് ചോദിച്ചല്ലോ. അതിൻ്റെ യുക്തി അങ്ങോട്ട് പിടികിട്ടിയില്ല. ജാഥ ഇല്ലാത്ത കാലത്താണെങ്കിൽ ഇതൊക്കെ ആവാമെന്നാണോ പാർട്ടിയുടെ യുക്തി? യുക്തിയും അയുക്തിയൊന്നും എൻ്റെ കാര്യത്തിലില്ല. ഞാൻ പറയേണ്ടത് നേരെ പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ചിലത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ കയ്യിൽ നിന്ന് കിട്ടാൻ തൽക്കാലം വഴിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താമെന്നാണ് തോന്നുന്നത്. ശരി. ശരി, ഇതിലും വലുതൊന്നും ഇനി കിട്ടാനില്ലല്ലോ. അപ്പോൾ പറഞ്ഞു വരുന്നത് ആ സംഭവത്തെ CPMഉം സർക്കാരും അപലപിച്ചിട്ടുണ്ട് എന്നാണല്ലോ. ഇന്നലെ ഉണ്ടായ സംഭവം, കാസർഗോഡ് ഉണ്ടായ സംഭവം അത്യന്തം അപലപനീയവും പ്രതിഷേധാർഹവുമാണ്. കൊലപാതക സംഭവങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. ബോധ്യമായി, അപലപിച്ചതായി ബോധ്യമായി. ഇനി എന്ത് എന്നതാണ് ചോദ്യം, നാടുന്നയിക്കുന്ന ചോദ്യം. ഇതോടൊപ്പം ഇതിനു മുമ്പ് പല സന്ദർഭങ്ങളിലും ഉണ്ടായ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഇടപെടലുകൾ ബന്ധപ്പെട്ട സംഘർഷ മേഖലയിൽ ഉണ്ടാകണം. ആവശ്യമായ ചർച്ചകൾ നടത്തി, ബന്ധപ്പെട്ടവർ ചർച്ചകൾ നടത്തി സമാധാനത്തിന് വേണ്ടി മുൻകൈയെടുക്കണം. ചർച്ചകളിൽ മുൻകൈ എടുക്കുന്ന ഒരു ആത്മാർത്ഥിയില്ല. കൊലപാതക രാഷ്ട്രീയത്തിനോടുള്ള CPMൻ്റെ നിലപാട് കുഞ്ഞനന്തനോടുള്ള നിലപാട് കൂടിയിട്ട് വ്യക്തമായി. നിങ്ങൾ ഏത് പറയുമ്പോൾ ഒരു കുഞ്ഞനന്തൻ്റെ മേലെ ചാടിക്കയറണ്ട. അതൊരു കേസിനകത്ത് കുഞ്ഞനന്തനെ തെറ്റായി പ്രതി ചേർത്തതാണ്. കുഞ്ഞനന്തന് ആ സംഭവമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ സംഭവത്തിൽ ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയവരെ പേര് പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട്. അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുമുണ്ട്. ആ കേസിൽ കുഞ്ഞനന്തൻ്റെ പേരിൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയിട്ടാണ് പ്രതി ചേർത്തത്. ആ ഗൂഢാലോചന കുറ്റം ചുമത്തിയിട്ടുള്ള ആരോപണം അത് കുഞ്ഞനന്തനെ ബോധപൂർവം ആ കേസിൽ പ്രതി ചേർത്തതാണെന്നാണ് പാർട്ടി കണ്ടെത്തിയിട്ടുള്ളത്. അത്തരത്തിൽ തെറ്റായ ഒരാളെ പ്രതി ചേർത്താൽ അത് പാർട്ടി അംഗീകരിക്കില്ല. സംഭവത്തിൽ ഉൾപ്പെട്ടവരെ പ്രതി ചേർത്താൽ, സംഭവത്തിൽ അവർക്ക് പങ്കുണ്ടെങ്കിൽ അവരെ പാർട്ടി വെച്ച് പൊറുപ്പിക്കില്ല. അതാണ് പാർട്ടിയുടെ നിലപാട്. അപ്പോൾ കൊല നടത്തുന്നവർ തന്നെയാണ് എന്ന് നാട്ടുകാർക്ക് ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ പ്രശ്നത്തിന്, ഈ അറുകൊലയ്ക്ക് അറുതി വരുത്തിയില്ലെങ്കിൽ കേരളം സമാധാനത്തിൻ്റെ പറുദീസ എന്ന് പറയുന്നതിലൊന്നും ഒരർത്ഥവുമില്ല. പിന്നെ KPC പ്രസിഡൻ്റ് ശക്തമായിട്ട് ഈ രണ്ട് പേരെ ആണ് കുറ്റപ്പെടുത്തിയത്. ഒരാൾ പാർട്ടി സെക്രട്ടറിയാണ്, മറ്റേയാൾ മുഖ്യമന്ത്രിയാണ്. അതാണ് പിണറായി കോടിയേരി കൂട്ടുകെട്ട് എന്ന് പറയുന്നത്. അത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ മോദിയേനും അമിത്ഷാദിനെയും പറയാൻ കുറച്ച് ധൈര്യം കുറവാണ്. ഞങ്ങളെ രണ്ടാളെയും പറയാം, മുല്ലപ്പള്ളി രാമചന്ദ്രൻ പണ്ടേ സമർത്ഥനാണ്. അത് അദ്ദേഹം തുടർന്നോട്ടെ. അദ്ദേഹം നമ്മുടെ പരിചയക്കാരനാണല്ലോ, നമ്മുടെ നാട്ടുകാരനുമാണ്. അതുകൊണ്ടുള്ള ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഞങ്ങളെ രണ്ടാളെയും പേര് പറയാൻ അദ്ദേഹത്തിന് കുറച്ച് താല്പര്യം കൂടുതലാണ്. അത് അദ്ദേഹം പറയട്ടെ. പക്ഷേ മോദിയെയും അമിത്ഷായെയും പറയാനുള്ള ധൈര്യം കൂടി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആർജിക്കണം. അമിത്ഷാ നരേന്ദ്രമോദി കൂട്ടുകെട്ടിനെക്കുറിച്ച് ശക്തമായിട്ട് വിമർശിച്ചിട്ടുള്ള പാർട്ടി കോൺഗ്രസ് തന്നെയാണ്, അഖിലേന്ത്യാ തലത്തിലും സംസ്ഥാന തലത്തിലും. അതിന് ഞങ്ങൾക്ക് കോടിയേരിയുടെ സർട്ടിഫിക്കറ്റൊന്നും വേണ്ട. അമിത്ഷായ്ക്ക് വിമാനം ഇറങ്ങാൻ, ഉദ്ഘാടനം ചെയ്യാത്ത വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങാൻ പെർമിഷൻ കൊടുത്ത പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് കോടിയേരി. അദ്ദേഹം BJP വിരുദ്ധ രാഷ്ട്രീയം ഞങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ കാസർഗോഡ് തന്നെയാണ് ചീമേനി എന്ന് ഓർക്കണം. അവിടെയാണ് 5 CPM പ്രവർത്തകന്മാരെ തീയിട്ട് കൊന്നത്, ചീമേനിയിലാണ്. അതും മറക്കണ്ട. അതുകൊണ്ട് സംഭവങ്ങളാകെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തേണ്ട സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കണം. അത് ദൃഢപ്രതിജ്ഞ എടുത്ത് പ്രവർത്തിക്കാൻ CPM സന്നദ്ധമാണ്. ഇത് പാർട്ടി നൽകുന്നൊരു സന്ദേശമാണ്. അതെന്താണ്? അത് ഉൾക്കൊള്ളാൻ തയ്യാറാകണം. അതിന് വ്യത്യസ്തമായ നിലപാട് ഇവിടെ കാസർഗോഡ് ഉണ്ടായി. അതാണ് പാർട്ടി ഇപ്പോൾ തള്ളി പറയുന്നത്. കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ ദൃഢപ്രതിജ്ഞ എടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അണികളത് വിശ്വസിക്കുമോ ആവോ? ഞങ്ങൾ അക്രമത്തിന് എതിരാണ്, അക്രമ രാഷ്ട്രീയത്തിന് മാത്രമല്ല. ഒരുതരം അക്രമം ഉണ്ടാകാൻ പാടില്ല എന്നല്ല ഇത് ആദ്യം മുതലേ ഞാനിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതുവരെ പറയുന്ന നിലപാടാണോ ഞാനിന്ന് പറഞ്ഞത്? അതെന്താ നിങ്ങളത് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തത് മാധ്യമങ്ങൾ? CPM നേരത്തെ എടുത്ത നിലപാടിൽ ഒരു കാര്യത്തിലായ മാറ്റമാണ് ഇന്നലെ പാർട്ടി നടത്തിയിട്ടുള്ള പ്രസ്താവന. അത് ആ നിലയിൽ കാണാൻ പല ആളുകളും തയ്യാറായില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? ബോധപൂർവ്വമല്ലേ? അപ്പോൾ CPM നേരത്തെ എടുത്തിരുന്ന നിലപാട്
അക്രമ രാഷ്ട്രീയം അത്യാവശ്യത്തിനൊക്കെ ആകാമെന്നതായിരുന്നോ? CPM മാറിയാലും CPM മാറ്റാൻ നിങ്ങൾ ചില ആളുകൾ തയ്യാറല്ല. ഇവരിങ്ങനെ തന്നെ ആയിപ്പോട്ടെ എന്നുള്ളതാണ് നിലപാട്. അപ്പോൾ അത് നിങ്ങൾക്കൊരു മാർക്കറ്റ് ചെയ്യാനുള്ളൊരു മാധ്യമമാണ് മാർക്സിസ്റ്റ് അക്രമം. അത് മാർക്കറ്റ് ചെയ്യാനുള്ള ആയുധം നഷ്ടപ്പെട്ടു പോകുന്നുള്ളത് കൊണ്ട് CPMകാരുടെ പേരിൽ ഈ ആരോപണം എപ്പോഴും നിലനിർത്തണം. അതുകൊണ്ട് ചില സംഭവം നടക്കട്ടെ. മാധ്യമങ്ങളുടെ മാർക്കറ്റിംഗ് അവിടെ നിൽക്കട്ടെ. ഈ പുതിയ ഗാന്ധിയൻ പ്രൊഡക്റ്റ് അണികൾക്കിടയിൽ മാർക്കറ്റ് ചെയ്യാൻ പാർട്ടിക്കാവുന്നില്ലല്ലോ. CPM പ്രവർത്തകന്മാർ യാതൊരു തരത്തിലും എന്തെല്ലാം പ്രകോപനമുണ്ടായാലും അക്രമത്തിലേർപ്പെടാൻ പാടില്ല. ഇന്നലെ പല സംഭവങ്ങളും പാർട്ടി ഓഫീസുകളും പാർട്ടി പ്രവർത്തകന്മാരുടെ വീടുകളും ഒക്കെ തകർത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ പേരിൽ തിരിച്ചങ്ങോട്ട് ഒരു സംഭവവും CPMൻ്റെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. അക്കാര്യം ഉറപ്പുവരുത്താൻ എല്ലാ പ്രദേശത്തുമുള്ള പാർട്ടി സഖാക്കൾ ജാഗ്രത പാലിക്കണം. വേണ്ടി വന്നാൽ 2-3 പഴയ ഗാന്ധിയന്മാരെ ലോക്കൽ കമ്മിറ്റികളിൽ അസോസിയേറ്റ് മെമ്പർമാരായി എടുക്കാവുന്നതാണ്. അല്ലാതെ പെട്ടെന്നൊരു ദിവസം കയറി അഹിംസ അങ്ങ് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അല്ല, ഇതൊക്കെ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞതാണ്. CPMകാരാണെങ്കിൽ രാഷ്ട്രീയമുള്ള ഏതെങ്കിലും ഒരു CPMകാർ ജില്ലയിൽ ജാഥ പര്യടനം നടത്തുന്ന സന്ദർഭത്തിൽ ഈ സംഭവം ചെയ്യും. ഇലക്ഷൻ അടുത്ത് വരുന്ന സന്ദർഭത്തിൽ രാഷ്ട്രീയ ബോധമുള്ള ആരെങ്കിലും ഇങ്ങനെയൊരു സംഭവത്തിൽ പങ്കാളിയാവും. അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ പൈസ വിവരമില്ലാത്ത ആളുകളാണ് ഈ സംഭവം നടത്തിയത്. അതുകൊണ്ട് അവർക്ക് യാതൊരുവിധ അംഗീകാരത്തിൻ്റെയും അർഹതയേയില്ല. രാഷ്ട്രീയ ബോധമില്ലാത്തവരാണ് എന്ന് പറഞ്ഞുകൂടാ. സഖാവ് ഇപ്പറഞ്ഞ കാര്യങ്ങൾ വെച്ചാണെങ്കിൽ കാലബോധമില്ലാത്തവരാണ് എന്നേ പറഞ്ഞുകൂടൂ. ഒരു കാര്യം എപ്പോൾ ചെയ്യണം എന്നറിയാത്തവർ, അല്ലാതെ രാഷ്ട്രീയ മാറ്റമൊന്നുമില്ലല്ലോ. ഈ മാറ്റം നേരത്തെ ഞാൻ പ്രഖ്യാപിച്ച മാറ്റമാണ്. CPM സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച കാഴ്ചപ്പാടാണ് തൃശ്ശൂർ സംസ്ഥാന സമ്മേളനം. അത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ്. അതാത് ദിവസത്തെ പത്രസമ്മേളനത്തിൽ മാത്രം കേട്ടാൽ പോരാ, നേരത്തെ പാർട്ടി പ്രഖ്യാപിച്ച കാര്യം ഓർക്കണം. അത് ശരിയാണല്ലോ. സഖാവ് കാലത്തിന് മുന്നേ പറക്കുന്ന പക്ഷിയാണല്ലോ. ഇതൊക്കെ അഡ്വാൻസായി പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. കേരളം എല്ലാ പ്രദേശത്തും സമാധാനം സ്ഥാപിക്കാൻ CPM പ്രവർത്തകന്മാരായിരിക്കണം മുന്നിട്ടിറങ്ങേണ്ടത്. CPMൻ്റെ ഭാഗത്ത് നിന്ന് മുൻകൈ എടുത്തുകൊണ്ട് ഒരുവിധ അക്രമ പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ ശേഷം മാത്രമല്ല, പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ തന്നെ സഖാവ് ഇത് പറഞ്ഞിരുന്നു. എന്നിട്ടും എന്തേ പെരിയയിലെ പാർട്ടിക്കാർക്ക് ഇത് മനസ്സിലാവാതെ പോയി? അതാണ് ചോദ്യം. ഇതിൽ അവിടെ കുറച്ചു കാലമായിട്ട് സംഘർഷമുണ്ട് ആ പ്രദേശത്ത്. ഞാനതൊന്നും പറയാത്തത് ഈ സന്ദർഭത്തിൽ അതൊന്നും പറയേണ്ട സമയമല്ല. അവിടെ ഇതിനു മുമ്പ് എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായിരുന്നാലും ഈ ഇപ്പോൾ പ്രതിചേർക്കപ്പെട്ടവർക്ക് നേരെ ആക്രമണത്തിന് വിധേയരായിരുന്നവരായാലും അതൊന്നും ഒരു കൊലപാതകത്തിന് ന്യായീകരണമല്ല. ഈ കൊലപാതകത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി അങ്ങനത്തെ ഒരു വാദഗതി ഉന്നയിക്കാൻ സന്നദ്ധമാകുന്നില്ല എന്നതുകൊണ്ടാണ് അതൊന്നും ഞാൻ ഇവിടെ എടുത്തു പറയാൻ തയ്യാറാവാത്തത്. പിന്നെ കൊലപാതക രാഷ്ട്രീയം എന്നതിനോട് ഞങ്ങൾ യോജിപ്പില്ല. കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ ആളുകൾ ജീവത്യാഗം ചെയ്യേണ്ടി വന്നത് ഇടതുപക്ഷക്കാരാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ് കേരളത്തിൽ ഇതിനകം 700-ൽ പരം CPM പ്രവർത്തകന്മാർ തന്നെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ 700-ൽ പരം CPM പ്രവർത്തകന്മാർ തന്നെ കൊല ചെയ്യപ്പെട്ടാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ വേറെയുമുണ്ട്, ഇടതുപക്ഷത്തിൻ്റെ മറ്റു പാർട്ടിക്കാരുമുണ്ട്. ഇതിൽ 236 പേരെ കൊലപ്പെടുത്തിയത് RSSകാരാണ്, CPM പ്രവർത്തകന്മാർ. ബാക്കിയുള്ള മഹാഭൂരിപക്ഷ ആളെ കൊന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് ഭരണകാലത്ത് പോലീസാണ് വെടിവെച്ചിട്ട് ആളെ കൊന്നത്. കൂത്തുപറമ്പിൽ 5 ആളെ വെടിവെച്ച് കൊന്നത് കോൺഗ്രസ് ഭരണകാലത്താണ്. ഇവിടെ കോൺഗ്രസ് മുമ്പ് ഭരിക്കുന്ന കാലത്താണ് പല വെടിവെപ്പുകളും നടത്തി ആളുകൾ കൊല ചെയ്യപ്പെട്ടത്. പോലീസ് വെടിവെച്ചിട്ട് ആളെ കൊന്നത് കോൺഗ്രസ് ഭരണകാലത്താണ്. അങ്ങനെ അങ്ങ് പിന്നോട്ട് പോയാൽ 1957 വരെയൊക്കെ പോകേണ്ടി വരും. ആദ്യത്തെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ വെടിവെപ്പുണ്ടായിരുന്നല്ലോ. അത് കോൺഗ്രസ് സർക്കാർ അല്ലല്ലോ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആയിരുന്നല്ലോ എന്നൊക്കെ പറയേണ്ടി വരും. അതല്ലല്ലോ ഇവിടെ ഇപ്പോൾ കാര്യം. അക്രമ രാഷ്ട്രീയം നിർത്താൻ പാർട്ടി തീരുമാനിച്ചിട്ടും അണികൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതാണല്ലോ പ്രശ്നം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സംഭവം നടന്നുകൊണ്ടാണ് ഇന്നലെ അതിലിടപെട്ടത്. നേരത്തെ ഇങ്ങനെ ഇടപെട്ടിട്ടില്ലല്ലോ. തൃശ്ശൂർ സംസ്ഥാന സമ്മേളനത്തിൻ്റെ തീരുമാനത്തിൻ്റെ ലംഘനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് പാർട്ടി തീരുമാനത്തിൻ്റെ ലംഘനമാണ്. അവരെ പാർട്ടി വെച്ച് ഉറപ്പിക്കില്ല. അതാണ് ബന്ധപ്പെട്ട ആളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം ജില്ലാ കമ്മിറ്റി കൈക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പുറത്താക്കലുണ്ടായോ? എന്നാൽ അതും ഒന്നറിയണമല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത്, അഹിംസാ നയം കർശനമായി നടപ്പാക്കാൻ
CPM എടുക്കുന്ന നടപടികളെക്കുറിച്ചാണല്ലോ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സംഭവം നടന്നുകൊണ്ടാണ് ഇന്നലെ അതിലിടപെട്ടത്. നേരത്തെ ഇങ്ങനെ ഒരു ഇടപെട്ടിട്ടില്ലല്ലോ. തൃശ്ശൂർ സംസ്ഥാന സമ്മേളനത്തിൻ്റെ തീരുമാനത്തിൻ്റെ ലംഘനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് പാർട്ടി തീരുമാനത്തിൻ്റെ ലംഘനമാണ്. അവരെ പാർട്ടി വെച്ച് ഉറപ്പിക്കില്ല. അതാണ് ബന്ധപ്പെട്ട ആളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം ജില്ലാ കമ്മിറ്റി കൈക്കൊണ്ടിരിക്കുന്നത്. പുറത്താക്കി എന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിന് ശേഷവും കാസർകോട്ടെ പാർട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്. ലോക്കൽ കമ്മിറ്റി അംഗം എന്ന നിലയിൽ മാത്രമല്ല, പാർട്ടി മെമ്പർമാരായിട്ടുള്ള ആരെങ്കിലും ഇതിൽ പങ്കാളികളായിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവർ പാർട്ടിയിൽ ഉണ്ടാവില്ല. അത് തർപ്പിച്ച് പറഞ്ഞതാണ്. അല്ല, നമ്മൾ പാർട്ടിയുടെ സ്റ്റാൻഡ് പറഞ്ഞല്ലോ. കാരണം അവർക്ക് ഈ പാർട്ടിയിൽ സ്ഥാനം ഉണ്ടാവില്ല. കാരണം അത് നിങ്ങൾ പരിശോധിക്കുക. കാരണം പാർട്ടി മെമ്പർമാരുണ്ടോ ഇല്ലേ എന്നുള്ളത് അറസ്റ്റ് ചെയ്യപ്പെട്ടതിലുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, അവർക്ക് ഈ പാർട്ടിയിൽ അവർക്ക് സ്ഥാനം ഉണ്ടാവില്ല. പാർട്ടിയിൽ സ്ഥാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പ് തന്നെ ഉണ്ടാവില്ല എന്നുള്ളത്. പുറത്താക്കി എന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിന് ശേഷം ഒരു പകൽ മുഴുവൻ ആ സഖാവ് പാർട്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു. പീതാംബരനാണ് യഥാർത്ഥ കുറ്റവാളി എന്ന് പറയേണ്ടത് നമ്മളാരുമല്ല, പോലീസാണ് പറയേണ്ടത്. പോലീസ് ആ നിലയിൽ ഒരു തയ്യാറാക്കി അയാൾ കുറ്റവാളിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ നടപടിക്ക് ഞങ്ങൾ പോകേണ്ടത്. നേരത്തെ ഇങ്ങനെ നടപടിയുണ്ടോ? പുറത്താക്കി എന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതിന് ശേഷമാണ് ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ മാഷ് ഇങ്ങനെ പറയുന്നത്. ഇവിടുത്തെ MLA പറഞ്ഞിരിക്കുന്നു അയാളെ പുറത്താക്കി എന്നുള്ളത്. ഞാൻ MLAയോട് ചോദിച്ചു എന്താ സംഭവം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ആര് പറഞ്ഞു? MLA. അപ്പം നിങ്ങൾ പത്രമാധ്യമക്കാർ ഇങ്ങനെ വാർത്തകൾ കൊടുക്കും. പക്ഷേ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ യഥാസമയത്ത് പോലീസിൻ്റെ കസ്റ്റഡിയിലെടുത്തതല്ലേ ഉള്ളൂ. എടുക്കട്ടെ, ആരൊക്കെ കസ്റ്റഡിയിലെടുക്കാം. കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്തിട്ട് ചോദ്യം ചെയ്ത് അയാൾ കുറ്റക്കാരനാണെന്ന് പോലീസ് പറഞ്ഞാൽ ആ നിമിഷം ആരായാലും X or Y ഈ പാർട്ടിക്കകത്ത് ഉണ്ടായില്ല എന്നാണ് പറഞ്ഞത്. അതിനെന്തെങ്കിലും സംശയം? ബാലകൃഷ്ണൻ മാഷ് വാക്ക് പാലിച്ചു കേട്ടോ. അറസ്റ്റ് ചെയ്ത അപ്പോൾ തന്നെ പീതാംബരനെ പുറത്താക്കി. ഇനി ബാക്കിയുള്ളത് തിരിച്ചടിയാണ്, കോൺഗ്രസ്സുകാരുടെ തിരിച്ചടി. അത് സഹിക്കാൻ വയ്യ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ നമ്മുടെ ജില്ലയിൽ സ്റ്റേറ്റിൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഹർത്താൽ പ്രഖ്യാപിച്ചു. സ്വാഭാവികമായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതിഷേധം എന്ന നിലയിൽ ഹർത്താൽ പലപ്പോഴും ഉയർന്നു വരാറുണ്ടത് ശരി. പക്ഷേ ഈ ഹർത്താലിൻ്റെ മറവിൽ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള അക്രമമാണ് UDF പല സ്ഥലത്തും അഴിച്ചുവിട്ടിട്ടുള്ളത്. അത് ആസൂത്രിതവുമാണ് ആ തിരിച്ചടി. കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് സുധാകരൻ പരസ്യമായി പറഞ്ഞിരിക്കുകയാണ് തിരിച്ചടി ഉണ്ടാകും എന്ന്. ഈ ആഹ്വാനത്തെ തുടർന്നാണ് കോൺഗ്രസ്സുകാർ പല സ്ഥലത്തും ഇന്നലെ ആക്രമണങ്ങൾ നടത്തിയത്. അത് ശരിയാണ്. കണ്ണൂരിലെ CPMകാരുടെ ഭാഷയിൽ സുധാകരൻ സംസാരിച്ചിട്ടുണ്ട്. പുനരാലോചന CPMന്റെ നേതാക്കന്മാർ നടത്തുന്നില്ലെങ്കിൽ ഗൗരവമായി ഞങ്ങൾ ചിന്തിക്കേണ്ടി വരും. കോൺഗ്രസിലെ യുവത്വത്തിന്റെ സംരക്ഷണം പാർട്ടിയുടെ ബാധ്യതയാണ് എന്ന് ഞാൻ ഊന്നി പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. പ്രവർത്തകരെ സംരക്ഷിക്കാൻ സാധിക്കാത്ത പാർട്ടി നേതൃത്വത്തിന് പാർട്ടിയെ നയിക്കാൻ അർഹതയില്ല. കേരളത്തിലെ കണ്ണൂരിലെ കാസർഗോഡ് യുവജന യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരുടെ സംരക്ഷണം കോൺഗ്രസ് ഉറപ്പാക്കും. കോൺഗ്രസ് ഉറപ്പാക്കിയിരിക്കും. ഏത് എക്സ്റ്റൻഡിലേക്കും ഏത് പരിമിതിയിലേക്കും കടന്നു പോകാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാകേണ്ടി വരും. നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതൊരു അക്രമത്തിനുള്ള ആഹ്വാനമാണ് എന്ന് പൊളിമിക്സിന് തോന്നുന്നില്ല. അത് കണ്ണൂരിലെ രാഷ്ട്രീയ ഭാഷയാണ്. ഇതാ ഇതുപോലെ. ഇവ ശത്രുവർഗത്തിന്റെ ആക്രമണത്തെ നേരിടാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനം ഓരോ പ്രദേശത്തും ഉണ്ടാകണം. നമ്മളെ ആക്രമിക്കാൻ വന്ന ഒരാളും വന്നതുപോലെ തിരിച്ചു പോകാൻ പാടില്ല എന്ന എല്ലാ പ്രദേശത്തും ഉറപ്പുണ്ടാക്കണം. അതിന് സാധിക്കത്തക്ക വിധത്തിലുള്ള കരുത്ത് ഓരോ പ്രദേശത്തും നേരണം. നമ്മുടെ യുവതിയുവാക്കൾക്കെല്ലാം ആവശ്യമായിട്ടുള്ള കായിക പരിശീലനം കൊടുക്കണം. ഇതുകൊണ്ടാണ്, ഇങ്ങനെ സഖാവ് പറഞ്ഞതുകൊണ്ടാണ് പെരിയയിലെ പാർട്ടി ഇങ്ങനെ ചെയ്തത് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ആരും ഇങ്ങോട്ട് ആക്രമിക്കാൻ വരാതിരുന്നാൽ പോരെ, എന്നാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാൻ പോകുന്നത്? അതുകൊണ്ടാണ് CPMകാരോട് ഞാൻ പറയുന്നത് ആക്രമിക്കാൻ പോകരുത് എന്ന്. CPMകാരോടല്ലേ ഞാൻ പറയുന്നത് ആക്രമത്തിൽ പങ്കാളികളാകാൻ പാടില്ല. അതാണ് കണ്ണൂർ ഭാഷയിൽ ചിലപ്പോൾ ഇങ്ങനെയും പറഞ്ഞെന്ന് വരും. വയലിൽ പണി തന്നാൽ അതിന്റെ വരമ്പത്ത് തന്നെ കൂലി കിട്ടും എന്ന വസ്തുത BJPക്കാർ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞങ്ങളോട് കളിക്കരുത്. ശ്രദ്ധിച്ചല്ലോ, അത് BJPക്കാർക്ക് കൂലി കൊടുക്കുന്ന കാര്യമാണ്, അല്ലാതെ കോൺഗ്രസ്സുകാർക്ക് കൂലി കൊടുക്കുന്ന കാര്യമല്ല. അത് ഒരു ആലങ്കാരികമായി പറഞ്ഞൊരു കാര്യമാണ്. അതെന്താ പറഞ്ഞത്?
ഇങ്ങോട്ടാരും തിരിച്ച് അടിക്കാൻ വരുന്നത്. അടിച്ച് അന്നേരത്ത് കിട്ടും. ഇത് അന്നേരത്ത് കിട്ടിയതാണോ? ആണോ? അല്ല, ഇത് അന്നേരത്ത് കിട്ടിയതല്ല, വഴിയിൽ പതിയിരുന്ന് പിന്നീട് കൊടുത്തതാണ്. അതുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം ന്യായസ്ഥനാണ്. പൊളിമിക്സ് അദ്ദേഹത്തോടൊപ്പമാണ്. അദ്ദേഹത്തോടൊപ്പം അങ്ങ് പോവുകയാണ്. നന്ദി, നമസ്കാരം.